നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സെൻട്രൽ കമ്മിറ്റിയുടെ 13ാം സ്ഥാപക ദിനാചരണവും അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് എക്സ് MLA അനുസ്മരണവും തിരൂർ സംഘം ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. കൃഷിഭവനുകൾ മാതൃകാ കാർഷിക ക്ലിനിക്കുകളായി മാറ്റണമെന്നും കൃഷിഭവൻ വിപണന കേന്ദ്രങ്ങൾ ആവണമെന്നും AP നസീമ പ്രസ്താവിച്ചു. ഉപ്പുതൊട്ട് കർപ്പൂരം വരെ ഇതര സംസ്ഥാനത്തു നിന്ന് എത്തിയില്ലെങ്കിൽ ഭക്ഷണം മുടങ്ങുന്ന അവസ്ഥയിലാണ് മലയാളി. പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എല്ലാ വസ്തുക്കളും നാം ആശ്രയിക്കുന്നത് അയൽനാടിനെയാണ്. കാർഷിക മേഖല എന്നറിയപ്പെടുന്ന ഗ്രാമങ്ങളിലെ സ്ഥിതിയാണിത്. യോഗത്തിൽ FAOI ദേശീയ ജനറൽ സെക്രട്ടറി KM സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തിരൂർ നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK അബ്ദുസലാം മാസ്റ്റർ, തവനൂർ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് അസോസിയേറ്റ്സ് പ്രൊഫസർ സിന്ധു ഭാസ്കർ, M ഷൗക്കത്ത് അലി, ബിനു വർഗീസ്, ഇന്ദിര G മാരാർ, അജീബ M, ശോഭ K, അനസ് നീലാഞ്ചേരി, മങ്കട വത്സല, ലത നാരായണൻ, ദേശീയ സമിതി അംഗം KK ദാസൻ എന്നിവർ പ്രസംഗിച്ചു. സംഘടനയുടെ ദേശീയ പ്രസിഡന്റായി സ്റ്റീഫൻ പാനിക്കുളങ്ങര, ദേശീയ ജനറൽ സെക്രട്ടറിയായി KM സുരേഷ് ബാബു എന്നിവരെ തിരഞ്ഞെടുത്തു. ഉപയോഗിച്ചുകൊണ്ട് തേനീച്ച വളർത്തി ഏകദേശം 150ഓളം കൊട്ടിയിൽ തേനീച്ച കൃഷി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തും ദേശീയ തലത്തിലും അവാർഡ് ഏറ്റുവാങ്ങിയാണ്. ഞങ്ങളുടെ സംഘടനയുടെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബിനു വർഗീസ് ഉണ്ടാക്കിയ തേൻ നമ്മുടെ മേളത്തിൽ കൊടുക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മൊത്തത്തിലും വിശിഷ്ട കേരളത്തിൽ തന്നെ കാർഷിക മേഖലയിൽ ഉന്നത സ്ഥാനത്തെത്തിക്കുക എന്നുള്ളതാണ് രാജ്യ പുരോഗതിക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ മാത്രം പോരാതെ നമ്മളെ ബഹുജനങ്ങളെടുത്തേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. അത്തരം കാര്യങ്ങളിൽ ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം വളരെ അത്യാവശ്യമാണ്. ഈ സംഘടനയെക്കുറിച്ചും പരിപാടിയെക്കുറിച്ചും കൂടുതൽ അറിയാനോ പഠിക്കാനോ കഴിച്ചില്ലെങ്കിൽ തന്നെയും 13 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് 13ാം വാർഷിക ദിനാചരണമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഒരുപാട് സേവന രംഗത്തുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പ്രവർത്തനങ്ങൾ നിരന്തരം തുടരുകയും രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും നമ്മുടെ വ്യാവസായിക വളർച്ചയോടൊപ്പം തന്നെ കാർഷിക മേഖലയിലുള്ള വളർച്ചയ്ക്ക് കൂടി കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ സംഘടനയ്ക്ക് അതുപോലെ മുഴുവൻ പൊതുജനങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. ഉപയോഗിച്ചുകൊണ്ട് തേനീച്ച വളർത്തി ഏകദേശം 150ഓളം കൊട്ടിയിൽ തേനീച്ച കൃഷി ചെയ്തുകൊണ്ട് സംസ്ഥാനത്തും ദേശീയ തലത്തിലും അവാർഡ് ഏറ്റുവാങ്ങിയാണ്. ഞങ്ങളുടെ സംഘടനയുടെ ദേശീയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ബിനു വർഗീസ് ഉണ്ടാക്കിയ തേൻ നമ്മുടെ മേളത്തിൽ കൊടുക്കുന്നു. സാധാരണ കാർഷിക സംഘടനകൾ എന്ന് പറയുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ എപ്പോഴും എന്താ പറയുക കൃഷിപരമായ കാര്യങ്ങൾ ക്ലാസ് അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ ഓർഗനൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ സംഘടിപ്പിക്കപ്പെടുക. പക്ഷെ ഇന്നിവിടെ നമുക്ക് കലയും കൃഷിയും കൂടെ ഒന്നിച്ചങ്ങോട്ട് പോകുന്നുള്ളതാണ് ഒരു സന്തോഷമുള്ള കാര്യം. എക്കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. നമ്മളും ആ പാരമ്പര്യം പിന്തുടരുന്നു എന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കേരളത്തിലെ ആകെയുള്ള ഒരു അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജ്, കാർഷിക യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആകെയുള്ള അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജിൽ കാർഷിക യന്ത്രവൽക്കരണത്തിൽ മുഖ്യ വിഷയമായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കറിയുന്നത് സത്യം പറഞ്ഞാൽ അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല എത്ര പേര് നിങ്ങൾക്ക് മെഷീനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ എനിക്കറിയില്ല. വരിക 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 വാ വരിക ദൈവമേ തെളിയണേ വാ വരിക 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 വാ വരിക ദൈവമേ ദീപം തെളിയണേ വാ. ഒരു OCC അക്കൗണ്ട് പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി. അല്ലാത്ത സമയത്ത് അതിൽ പൈസ അടച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇൻട്രസ്റ്റ് വരില്ല. അപ്പം ആദ്യത്തെ ഈ കൃഷിക്ക് മുമ്പ് വിത്ത് മേടിക്കുക അങ്ങനത്തെ കുറേ ആവശ്യങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ പൈസ മാത്രം എടുക്കുക. അപ്പോൾ ബാക്കി പൈസ അതിലുണ്ടാവും. പിന്നെ പോസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന പൈസ അതിലേക്ക് ഇടുക. അങ്ങനെ 5 കൊല്ലത്തോളം നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റും. ആ അക്കൗണ്ട് വർഷാവർഷം പുതുക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിന് സബ്സിഡി ഒക്കെ വരിക. നിങ്ങൾ കൃത്യമായിട്ട് പുതുക്കുകയാണെങ്കിൽ സബ്സിഡി എല്ലാം ഉണ്ടായിട്ട് 4% അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടണത്. ഇതിൻ്റെ പ്രവർത്തനം ഈ 13 വർഷവും അതെല്ലാ വർഷവും അതിൻ്റെ വാർഷിക ആഘോഷവും അതോടനുബന്ധിച്ച് നടക്കുന്ന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പലരെയും അനുമോദിക്കുന്ന ചടങ്ങും
13 വർഷവും നടത്തി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘടനയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുരേഷ് ബാബു തന്നെ വളരെ കഠിനാധ്വാനമാണ് ഈ 13 വർഷവും ഈ കാർഷിക ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ സംഘടന ശരിക്കും ആത്മാർത്ഥമായിട്ട് കൊണ്ടുവന്ന് നടക്കുന്ന സുരേഷ് ബാബുവിന് പ്രത്യേക അഭിനന്ദനം നൽകിക്കൊണ്ടും കർഷകർക്ക് ഇന്ത്യയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ചെയ്യണതിൻ്റെ കർഷകരുടെ നേതൃത്വത്തിൽ സംഘടിച്ച് നിന്നാൽ മാത്രമാണ് ഇന്ത്യയിൽ നമ്മുടെ കർഷക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കർഷക ദ്രോഹ ബില്ല് ഏർപ്പെടുത്തി കോർപ്പറേറ്റുകൾക്ക് കൃഷി ചെയ്ത് കോർപ്പറേറ്റുകൾ ഈ സാധനം സംഭരിച്ച് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിൻ്റെ അദാനി, അംബാനി, റിലയൻസ് അങ്ങനെയുള്ള കോർപ്പറേറ്റ് ആളുകൾക്ക് ഈ സാധനം ശേഖരിച്ചു വെച്ച് അമിത വിലയ്ക്ക് സാധാരണക്കാർക്ക് വിൽക്കുന്ന നടപടിയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കലാശ്രേഷ്ഠ പുരസ്കാരം, കലാമിത്ര പുരസ്കാരം, അതുപോലെ നാട്യഗുരു പുരസ്കാരം ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞു. അതുപോലെ 35 വർഷം ഈ രംഗത്ത് സംഗീതം, നൃത്തം, കളരി, യോഗ, പിന്നെ നാടക ട്രൂപ്പ്, നൃത്ത ട്രൂപ്പ്, ഗാനമേള ട്രൂപ്പ് എല്ലാം ഉണ്ട്. ഒന്നിച്ചങ്ങനെ കൊണ്ടുപോകാം. അതൊക്കെ സർവേശ്വരൻ്റെ കൃപ കൊണ്ട്. ആ അറിവ് ഞാൻ ഈ 2 രോഗികൾ പരീക്ഷിച്ചപ്പോൾ ഒരു 2 മുതൽ 6 മാസം വരെ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ എൻ്റെ അമ്മായിയമ്മ MBR ക്യാൻസർ സെൻ്ററിൽ നിന്ന് അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരു 3-3.5 വർഷത്തോളം കൊണ്ടുപോകാൻ പറ്റി. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ അത്രയും പ്രാധാന്യം. ആ 2018-19 വർഷങ്ങളിലാണ് ഞാനത് കൃഷി ഒന്നുകൂടി ചെറുതേനീച്ച കൃഷി ഒന്നുകൂടി വിപുലപ്പെടുത്തിയത്. ആ സമയത്ത് ഞാൻ ജോലി ഉപേക്ഷിച്ചിരുന്നു. അങ്ങനെ ഇപ്പം ഒരുപാട് പെട്ടികൾ ചെയ്ത് എനിക്കവിടെ റബ്ബർ പോലെയുള്ള മരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തേൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് പെട്ടി വികസിപ്പിച്ച് വിൽപ്പന നടത്തുകയാണ് കാര്യമായിട്ട് ചെയ്തു വരുന്നത്. കൃഷി വകുപ്പ് ഡയറക്ടർ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA ഇവരാണ് രക്ഷാധികാരികളായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ദേശീയ പ്രസിഡന്റായിട്ട് ഡോക്ടർ സ്റ്റീഫൻ പാനിക്കുളങ്ങര, ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് കമല R പണിക്കർ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം. വലുതില്ല അല്ലേ? അതിനോട് വളർത്താനുള്ള സാഹചര്യമുണ്ടോ? വളർത്താനുള്ള സാഹചര്യമുണ്ടോ? 150 അതിന്റെ മെയിൽ എവിടെയാണ് കൊടുക്കുന്നത്? മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205, മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.